വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, റൈറ്റ് എനി ടു പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. സിമ്പിൾ, ഏതെങ്കിലും രണ്ട് പോസ്റ്റ്ലേറ്റ് എഴുതാം. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, വൈ ദ ഗ്യാസസ് ആർ കംപ്രസിബിൾ, ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് ബൈ കൺസിഡറിങ് ദി കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, or explain that the molecules in a gases are having an elastic collision, explain it by using kinetic theory of gases. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് ഈ പോയിന്റിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ അറിഞ്ഞിരിക്കണം. ബൈ ഹാർട്ട് ചെയ്ത് പോയിന്റ് പഠിക്കുക എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ കാര്യങ്ങളും കൂടെ മനസ്സിലായാൽ മാത്രമേ നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഓരോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. എന്തിനാണ് ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് പഠിക്കുന്നതിൽ എന്താണ് ആവശ്യം? ഇപ്പം നമ്മൾ ചാൾസ് ലോ, ബോയിൽസ് ലോ, അവോഗാഡ്രോസ് ലോസ് ഒക്കെ കാര്യമായിട്ട് പഠിച്ചു. ഇതൊക്കെ ഈ സയൻറ്റിസ്റ്റുകൾ ദേ ഹാവ് ഡൺ എക്സ്പെരിമെൻറ്റ്സ് ഇൻ ദി ലബോറട്ടറി ആൻഡ് ഗോട്ട് ദ റിസൾട്ട്. അവർ ലബോറട്ടറിയിൽ ഗ്യാസസിനെ പറ്റി പഠിച്ചിട്ട്, അതായത് അവർ റിയൽ ലൈഫിലേക്കല്ല, അവർ ലബോറട്ടറി കണ്ടീഷനിൽ അവരങ്ങനെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് അവർ കണ്ടുപിടിച്ചു. അതായത് പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും എന്നുള്ള കോൺസെപ്റ്റ് അവർ എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ചു. ഇത് കണ്ടുപിടിച്ച അടുത്ത ക്വസ്റ്റ്യൻ എന്താ, എങ്ങനെ ഇതുണ്ടായില്ലേ? അതിനൊരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ വേണ്ട. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തുകൊണ്ട് വോളിയം കൂടുന്നു, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രഷർ കൂട്ടുമ്പോൾ എന്തുകൊണ്ട് വോളിയം കുറയുന്നു, ഇതിനൊരു തിയററ്റിക്കൽ റീസൺ വേണമല്ലോ. അപ്പോൾ ഇതിനുള്ളൊരു തിയററ്റിക്കൽ റീസൺ ആയിട്ടാണ് ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം നമ്മുടെ ബോയ്സ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോസ് ലോ നിന്നും നമുക്കൊരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ വേണം. ആ തിയററ്റിക്കൽ എക്സ്പ്ലനേഷനാണ് ഇതിൽ ഓരോ പോയിൻറ്റ്സും തരുന്നത്. എന്തുകൊണ്ട് വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു, ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ ഓരോ പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തന്നെ പഠിച്ചു പോകും. അതിൻ്റെ എക്സ്പ്ലനേഷൻ NCERT ടെക്സ്റ്റിൽ വലുതായി തന്നിട്ടുണ്ട്. അത് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ പോയിന്റിന് ഒരു എക്സ്പ്ലനേഷനും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നതാണ്. അപ്പോൾ നിങ്ങളത് കാണുമ്പോൾ പേടിക്കും, അയ്യോ ഇത്രയൊക്കെ പഠിക്കാനുണ്ടോ? ഈ പോയിന്റ്സ് തറുവാക്കി പഠിക്കുക. പോയിന്റ്സ് ഞാനിവിടെ സ്ലൈഡ് ഷോയിൽ തരുന്നുണ്ട്, അത് നിങ്ങൾ തറുവാക്കി പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം, ഈ എക്സ്പ്ലനേഷൻ NCERT നോക്കി മനസ്സിലാക്കി വെക്കണം. കാരണം ക്വസ്റ്റ്യൻ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. സോ ദ ഫസ്റ്റ് പോയിന്റ് എന്താണ്? അപ്പം നമ്മൾ ഈ ഒരു ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട. ഇങ്ങനെ കൺസിഡർ ചെയ്യുക, ഒരു പാത്രത്തിൽ നിറയെ ഗ്യാസാണ് കേട്ടോ. ഈ ഗ്യാസിനെ നമ്മളിങ്ങനെ ഡോട്ട് മോളിക്യൂൾസ് ആയിട്ട് ഗ്യാസിൻ്റെ മോളിക്യൂൾസ് കാണിക്കുക. ഇനി ഈ ഒരു ഒറ്റ പിക്ചർ മതി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. ദ ഫസ്റ്റ്, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ വെരി കുഞ്ഞു പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതിന് അതാദ്യം നമ്മൾ പറയാം, ഇതൊരു ഗ്യാസ് ആണ്. ദ ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് വെരി ടൈനി മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. ദീസ് പാർട്ടിക്കിൾസ് ക്യാൻ ബി ആറ്റംസ് ഓർ മോളിക്യൂൾസ്, എന്തും ആവാം. ദി ആക്ച്വൽ, ഇനിയിപ്പോൾ ഇത്രയും ഈ ഗ്യാസ് ഇവിടെയൊക്കെ ഗ്യാസ് ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മൊത്തം ഈ ഗ്യാസിൻ്റെ വോളിയം അല്ലേ? ഈ പാത്രത്തിൻ്റെ ഉള്ളിലുള്ളതാണല്ലോ അതിൻ്റെ വോളിയം. ദി ആക്ച്വൽ വോളിയം ഓഫ് ദി molecule will be the volume occupied by the molecule. ഈ ഓരോ മോളിക്യൂളും ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം will be very negligible when compared to the total volume of the gas. ഈ ഗ്യാസിൻ്റെ മൊത്തം വോളിയം എടുക്കുമ്പം ഈ ഓരോ പാർട്ടിക്കിൾസിൻ്റെയും വോളിയം വളരെ നെഗ്ലിജിബിൾ ആണ്, അല്ലെങ്കിൽ വളരെ സ്മോൾ ആണ്. ആൻഡ് ദീസ് പാർട്ടിക്കിൾസ് ആർ കൺസിഡേർഡ് ആസ് പോയിന്റ് മാസസ്. അല്ലാതെ വലിയ നമ്മളിപ്പം കഴിഞ്ഞ കെമിക്കൽ ബോണ്ടിങ് ഒക്കെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ പാർട്ടിക്കിൾസും എന്താണ് ഒരു സ്പിയർ മാതിരി കൺസിഡർ ചെയ്യാന്നൊക്കെ. ഇവരിവിടെ കൺസിഡർ ചെയ്യുന്ന ഇറ്റ്സ് നോട്ട് എ സ്പിയർ കൺസെപ്റ്റ്. ദേ ആർ കൺസിഡറിങ് ദ ഗ്യാസ് മോളിക്യൂൾസ് ആസ് ജസ്റ്റ് ആസ് എ പോയിന്റ് മാസ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? Gas consists of large number of tiny minute particles. The volume of each particle is very negligible when compared to the total volume of the gas, and each particle is considered as a point mass. ഓരോ പാർട്ടിക്കിളും പോയിന്റ് മാസ്, ഒരു കുഞ്ഞു പോയിന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. This point explain, or this postulate or this theory explain why the gases are compressible. എന്തുകൊണ്ടാണ് gases compressible? അത് ഈ പോയിന്റിലുണ്ട്. Because in gases the molecules are very tiny minute particles, and the volume of each gases is very negligible when compared to the total volume of the gas, and these gas molecules are just like a point mass. So when we give pressure, the molecules can come closer together, and thereby the volume can be reduced. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി?
ദാറ്റ് ഈസ് ആസ് ദി പ്രഷർ ഇൻക്രീസസ് വോളിയം ഡിക്രീസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മോളിക്യൂൾസ് ഫാർ അപ്പാർട്ടാണ്, അവർ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ആണ്, അവർ ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് വളരെ കുഞ്ഞാണ് വെൻ വി കമ്പയർ ടു ദ ടോട്ടൽ വോളിയം. അപ്പോൾ നമുക്ക് ഇങ്ങനെ അവരെ അടുപ്പിച്ചടുപ്പിച്ച് കൊണ്ടുവരാം. അതുകൊണ്ടാണ് എന്ത്, ദേ ക്യാൻ കം ക്ലോസർ ടുഗെദർ വെൻ വി അപ്ലൈ പ്രഷർ. ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? അപ്പോൾ അതിൻ്റെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനും കിട്ടിയല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, there is no force of attraction between the gaseous molecule. ഇതൊക്കെ ഇവർ എസംഷൻ ആട്ടോ. ഇവർ എന്തിനാ ഈ തിയററ്റിക്കൽ എസംഷൻ കൊണ്ടുവന്നത്? അവർക്ക് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോൻ്റെ ലോ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ബ്രോട്ട് ദിസ് തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ. അതായത് ഈ ഗ്യാസസ് മോളിക്യൂളുകൾ തമ്മിൽ നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഈ മോളിക്യൂൾസ് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഗ്യാസസ് ഒക്യുപ്പൈ ദ സ്പേസ്. അതായത് നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ എവിടെ കൊണ്ടിട്ടാലും ദേ വിൽ ഒക്യുപ്പൈ ദ സ്പേസ് വെയർ ഇറ്റ് വിച്ച് ഇസ് കെപ്റ്റ്. അതായത് ഒരു ഗ്യാസ് ചെറിയ ബോട്ടിൽ വെച്ചാലും വലിയ ബോട്ടിൽ വെച്ചാലും ഇനി അതിലും വലിയ ബോട്ടിൽ വെച്ചാലും അവർ ആ കംപ്ലീറ്റ് സ്പേസും ഒക്യുപ്പൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്? ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ അവർക്ക് എവിടെ വേണമെങ്കിലും പോയിരിക്കാം. അപ്പോൾ ദേ വിൽ ഒക്യുപ്പൈ ദ സ്പേസ്. അവർക്ക് കിട്ടിയ സ്പേസിൽ അവർ ഫുള്ളായിട്ട് അവരങ്ങ് ഒക്യുപ്പൈ ചെയ്തിരിക്കും. Third point, the gaseous molecules are in a constant random motion. ഈ ഗ്യാസസ് മോളിക്യൂൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ നിൽക്കില്ല, അവിടെ ഇങ്ങനെ കോൺസ്റ്റൻറ്റ് റാൻഡം മോഷൻ. That is the reason why the gases does not have a fixed shape and a fixed volume. ഇതിപ്പം ഒരാൾ അടങ്ങിയിരിക്കുക, അപ്പോഴല്ലേ അവർക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പ് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള വോളിയം ഉണ്ടാവുള്ളൂ. ഇവരിങ്ങനെ ഓടി നടക്കല്ലേ, ദി ആർ ഇൻ എ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ. സോ ദേ ഡോണ്ട് ഹാവ് എ ഫിക്സഡ് ഷേപ്പ് ആൻഡ് എ ഫിക്സഡ് വോളിയം. വൈ ദ gases does not have a fixed shape and a fixed volume? അപ്പോൾ നിങ്ങൾക്ക് 2 പോയിന്റ് വേണമെങ്കിൽ എഴുതാം. The force of attraction between the molecules are negligible, or there is no force of attraction. So these molecules are in a constant random motion. Due to this motion, they does not have a regular shape or a definite volume. ഇനി ഇവരിങ്ങനെ ഓടി നടക്കുകയാണ്. These molecules are in a constant random motion. During their motion, they collide with one another. Collide എന്ന് പറഞ്ഞാൽ ഇടിക്കും. During their random motion, they collide with one another. അതോടൊപ്പം they will collide with the walls of the container. That is, the molecules are in a random motion. During their random motion, they collide with one another and with the walls of the container. And this collision of the molecule at the walls of the container create the pressure. എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? പ്രഷർ. അതാണ് നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ പ്രഷർ. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പിസ്റ്റൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് എക്സേർട്ടിങ് എ പ്രഷർ. എന്തുകൊണ്ടാണ്? ഈ മോളിക്യൂൾസ് ഇങ്ങനെ ഓടി നടക്കല്ലേ, ഓടി നടക്കും എന്ത് ചെയ്യും? ഇറ്റ് വിൽ എക്സേർട്ട് ഒരു പ്രഷർ, ഈ പിസ്റ്റൻ്റെ വോളുമിലേക്ക് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അപ്പം എങ്ങനെയാണ് ഗ്യാസസ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഗ്യാസ് മോളിക്യൂൾസ് ആർ എക്സേർട്ടിങ് പ്രഷർ ബിക്കോസ് ദേ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. ഡ്യൂറിങ് ദെയർ മൂവ്മെൻറ്റ് ദേ കൊളൈഡ് വിത്ത് വൺ അനദർ ആൻഡ് വിത്ത് ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ ആൻഡ് ദെർബൈ ദേ പ്രൊഡ്യൂസ് എ പ്രഷർ. അതുകൊണ്ടാണ് അവർ പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി the collision of these molecules are perfectly elastic. എന്താണ് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇലാസ്റ്റിക് കൊളീഷൻ അതായത് ഇപ്പം ഇവിടെ ഒരു 1 2 3 4 5 6 മോളിക്യൂൾസ് ഉണ്ട്. ഈ 6 മോളിക്യൂൾസിൻ്റെ മൊത്തം എനർജി എന്ന് പറയുന്നത് ഒരു 25 കിലോ ജൂളാണെന്ന് വിചാരിക്കാം. മൊത്തം ഇവരുടെ എനർജി എന്ന് പറയുന്നത് 25 കിലോ ജൂളാണ്. ഇവരിങ്ങനെ കൊളൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ എനർജി ഉണ്ടാവുമല്ലോ അല്ലേ? ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ എനർജി ഉണ്ട്. ഇവരിങ്ങനെ കൊളൈഡ് ചെയ്യും. ഇവർ ഈ കൊളൈഡ് ചെയ്യുമ്പം ഇവർ എനർജി എക്സ്ചേഞ്ച് നടക്കും. എനർജി എക്സ്ചേഞ്ച് നടന്നാൽ ഇവിടെയുള്ള മൊത്തത്തിലുള്ള എനർജി കുറയത്തില്ല. അതായത് ഇവർ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2 ആൾക്കാരെ വെച്ച് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ എനർജിയൊക്കെ കുറഞ്ഞു, നമ്മളവിടെ ഇരിക്കും. അയ്യോ, അല്ലെങ്കിൽ നമ്മൾ തെറിച്ച് വീണ് നമ്മളെ എനർജി നമ്മളവിടെ ഇരിക്കും. പക്ഷേ ഇവരങ്ങനെയില്ല. ഇവരിങ്ങനെ കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇവർ എനർജി ചേഞ്ച് വരുന്നുണ്ടാവും. ഇൻഡിവിജ്വലി ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരും. ബട്ട് ആസ് സച്ച് വി കൺസിഡർ ദ ഗേഷ്യസ് മോളിക്യൂൾ ദ എനർജി ഇസ് നോട്ട് ഡിക്രീസിങ്. അപ്പോൾ അതുകൊണ്ട് എന്താ? ദിസ് കൊളീഷൻസ് ആർ കോൾഡ് ആസ് ഇലാസ്റ്റിക് കൊളീഷൻ. ഇലാസ്റ്റിക് കൊളീഷൻ മീൻസ് ദി എനർജി ഇസ് നോട്ട് ഡിക്രീസിങ്. എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് എനർജി മേ ടേക്ക് പ്ലേസ്. ഇവർ തമ്മിലിപ്പോൾ ഇയാൾക്ക് 5 ജൂളാണ്, ഇയാൾക്ക് ചിലപ്പോൾ 10 ജൂളാണെങ്കിൽ ചിലപ്പോൾ ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 6 ജൂളാവും, ഇവിടെ 9, അങ്ങനെയൊക്കെ വ്യത്യാസം വരാം. പക്ഷേ
ടോട്ടൽ എനർജി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നില്ല, അവരുടെ എനർജി കുറയുന്നില്ല. അങ്ങനെ എനർജി കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവർ ഓരോ ഇടിക്കലിനും ഇവരെ എനർജി കുറഞ്ഞു പോയി ലാസ്റ്റ് സീറോ എത്തും. സീറോ എത്തുക എന്ന് പറഞ്ഞാൽ ഗ്യാസസ് എല്ലാവരെയും എനർജി കുറഞ്ഞിട്ട് അവർ വെറുതെ ഇരുന്നിട്ട് ഗ്യാസസിൻ്റെ എനർജി കുറഞ്ഞാൽ എന്ത് പറ്റും? അവർ ലിക്വിഡ് സ്റ്റേറ്റിൽ അങ്ങനെ ആവുന്നുണ്ടോ? ഇല്ല. അപ്പം ദേ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്, അവർ കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവർ എനർജി കുറയുന്നില്ല. That is, the collisions are completely elastic. ഇതും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. That is, the collision of gaseous molecular elastic. Can you explain by considering an example? നമുക്ക് പറയാലോ. When we consider a gaseous molecule, the gaseous molecules are constant random motion. During their motion, they collide with one another and with the walls of the container. During this collision, the energy of these molecules are not going to, or these collisions are perfectly elastic. That means that the energy of the molecules are not decreasing. Individually, there may be a change in energy, but when we consider the gas molecule as a whole, there is no decrease in energy. If it is inelastic collision, the energy may reduce and thereby the gases cannot exist. അങ്ങനെ ഒരു സ്റ്റേജ് അല്ലല്ലോ, we have never seen അങ്ങനെ ഒരു സ്റ്റേജ് നമ്മൾ കാണുന്നില്ല. So the collision between the gaseous molecules are perfectly elastic. ഇനി അടുത്തത്, ഇതിൽ ഓരോ gaseous molecules ഉണ്ട് അല്ലേ, ഓരോ പാർട്ടിക്കിൾസ്. ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് സ്പീഡ്. അല്ലാതെ ഇയാൾക്കൊരു സ്പീഡാണ് ഇയാൾക്കും ഒരേ സ്പീഡ്, അങ്ങനെയില്ല. ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് സ്പീഡ്, ഹെൻസ് ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജിയും. മൂവ്മെൻറ്റ് ഡിഫറെൻ്റ് ആകുമ്പം അവരുടെ കൈനറ്റിക് എനർജിയും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് സ്പീഡ്, സോ ദെർബൈ ദേ വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇതിനൊരു കൈനറ്റിക് എനർജി, ഇതിനൊരു കൈനറ്റിക് എനർജി, ഇതിനൊരു കൈനറ്റിക്, അങ്ങനെ ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജി ആയിരിക്കും. അപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്യുമ്പോൾ വി വിൽ ബി considering the average kinetic energy of these gas molecule. നമ്മളൊരു ഗ്യാസിൻ്റെ kinetic energy കൺസിഡർ ചെയ്യുമ്പോൾ we are considering the average kinetic energy of the gas molecule. So average kinetic energy of a gas molecule is directly proportional to temperature. എന്തുകൊണ്ടാണ്? As temperature increases, the movement of the molecule increases and thereby kinetic energy of each molecule increases. അതുകൊണ്ട് എന്താവും? ദ ആവറേജ് കൈനറ്റിക് എനർജി ഓൾസോ ഇൻക്രീസസ്. അതാണ് ഇവിടെ പറഞ്ഞത്. ദി ആവറേജ് കൈനറ്റിക് എനർജി ഇൻക്രീസസ് ആസ് ദി ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള കൈനറ്റിക് എനർജി, കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ്. ഞാൻ ടെക്സ്റ്റ് നോക്കുന്നുണ്ട്, എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങളിനി ഓരോ പോയിന്റ്, ഇനിയിപ്പോൾ എക്സ്പ്ലനേഷൻ നിങ്ങൾക്കറിയാം ഓരോന്നിനും, ഇനി നിങ്ങൾ പോയിൻ്റായിട്ട് ആലോചിച്ചാൽ മതി. ഇതാ എന്താണ്? ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് ടൈനി മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് tiny minute particle. The volume of the gas molecule is very negligible when compared to the total volume of the gases. Each particle is considered as the point mass. അപ്പോൾ നമ്മൾ ഈ ഒരു പിക്ചറിൽ ഇത്രയും കാര്യമാണ്. ഇനി നമ്മൾ എന്താ, ഇനി ഇവരെ തമ്മിൽ നോക്കുക. there is no force of attraction between the gaseous molecule. അത് കഴിഞ്ഞാൽ പിന്നെന്താ? ഇവരെ ഓട്ടം. the molecules are in a constant random motion. അത് നമ്മൾ പറഞ്ഞു. During their motion, they collide with one another and with the walls of the container, and thereby pressure is generated. Okay. The collision between the molecules are perfectly elastic. That is, there is no change in the energy of these molecules. പിന്നെ എന്ത് പറയണം? ഇപ്പോൾ നമ്മൾ എനർജി പറയും, ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഓഫ് ദ ഗ്യാസസ് ഹാവ് ഡിഫറെൻറ്റ് എനർജി ആൻഡ് thereby they are having, or different speed, and thereby they are having different kinetic energy. The average kinetic energy of the molecule is directly proportional to temperature. സിമ്പിൾ അല്ലേ? ഈ 7 പോയിന്റ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചില്ലേ? പിക്ചർ നോക്കുക, പിക്ചറിൽ കുറേ മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസിന് നമ്മൾ പറഞ്ഞു ഇവർ കുഞ്ഞു കുഞ്ഞു ആൾക്കാരാണ്, ഇവർ പോയിന്റ് മാസാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇവർ തമ്മിലൊരു അട്രാക്ഷൻ ഫോഴ്സ് ഇല്ല. ഇവർ അട്രാക്ഷൻ ഫോഴ്സ് ഇല്ലെങ്കിൽ എന്താ? ഇവർ മൂവ് ചെയ്യും. അതാണ് റാൻഡം മോഷൻ. ഇവർ മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അവർ കൊളൈഡ് ചെയ്യുന്നു, വാൾസിൽ കൊളൈഡ് ചെയ്യുന്നു, പ്രഷർ ഉണ്ടാകുന്നു. ഇവർ ഈ കൊളൈഡ് ചെയ്യുമ്പം അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെന്ന് നമ്മൾ പറയും. പിന്നെ നമ്മൾ പറയും ഈ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസിന് ഡിഫറെൻറ്റ് എനർജിയാണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്പീഡാണ്. ഡിഫറെൻറ്റ് സ്പീഡാണെങ്കിൽ ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജി. അപ്പോൾ നമ്മൾ പറയും കൈനറ്റിക് എനർജി ഡിഫറെൻ്റ് ആണല്ലോ. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദീസ് ഗ്യാസ് മോളിക്യൂൾ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. സിമ്പിൾ അല്ലേ? പഠിച്ചില്ലേ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്? അപ്പം ഇത്രയും സിമ്പിളായിട്ടുള്ള കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് മാത്രമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. എന്തുകൊണ്ട് വെച്ചാൽ നെക്സ്റ്റ് ടോപ്പിക്ക് ഇതിൻ്റെ കൂടെ എടുത്താണ്ടല്ലോ, ഇന്ന് ഫുള്ള് ഇതന്നെ എനിക്ക് പറയാൻ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഇന്ന് ഇത് മാത്രം പഠിച്ചിട്ട് ഓടിപ്പോയിട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ആ എക്സ്പ്ലനേഷനും കൂടെ പഠിച്ച് തരും.
അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക് ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. ഞാൻ 2 വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. മനസ്സിലാത്ത കാര്യം കമൻസിലിട്ടോളൂ. ഓക്കെ, താങ്ക് യു.